എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് വിദേശികൾക്ക് 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഒക്കെ സാലറി ഉണ്ടാവും? നമ്മൾ മലയാളികൾക്ക് ഒരു പക്ഷേ 80,000 അല്ലെങ്കിൽ 1 ലക്ഷം ഒക്കെ ആവും മാക്സിമം സാലറി കിട്ടുക. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ 90s കിഡ്സ് അല്ലെങ്കിൽ 80s കിഡ്സ് പറയാം, അവര് ഹൈ റേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകൾ കോളേജുകളിൽ പഠിച്ചു, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലും നമ്മൾ എന്തുകൊണ്ടാണ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ പഴയ ഓൾഡ് സ്കൂൾ എക്സൽ അല്ലെങ്കിൽ എക്സൽ വീലുക്കപ്പ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഇതേ എക്സലില് ചാറ്റ് ജിപിടിയുടെ പെയ്ഡ് API യൂസ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് സിമ്പിൾ ക്ലിക്ക് കൊണ്ട് ടാബ്ലോ അല്ലെങ്കിൽ പവർ BI പോലത്തെ അഡ്വാൻസ്ഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്നു. നമ്മൾ മാനേജ്മെന്റിന് മുമ്പിൽ പഴയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡബിൾ സൈഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും എല്ലാം എടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ ഇതേ സോഫ്റ്റ്വെയർസ് ERP യൂസ് ചെയ്തുകൊണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ലിങ്ക് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാബ്ലോ അല്ലെങ്കിൽ പവർ BI പോലത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് അനലിറ്റിക്സ് ഡാഷ്ബോർഡ് യൂസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നു. 20 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് അവർ 5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. ഇമെയിലിന്റെ കേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി രാവിലെ വന്നിട്ട് ഇമെയിൽ എല്ലാം ഔട്ട്ലുക്കിൽ ചെക്ക് ചെയ്ത് ജിമെയിലിൽ ചെക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർ ഉറങ്ങി കിടന്ന സമയത്ത് തന്നെ അവരുടെ ഇമെയിലുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീഡ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്സ് പ്രസന്റ് ചെയ്ത് അവർക്ക് രാവിലെ ഉണരുന്ന സമയത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചാറ്റ് GPT യൂസ് ചെയ്ത് റിപ്ലൈ പോയിട്ടുണ്ടാവും. അവരറിയാതെ തന്നെ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കും ഇതിന് പേയ്മെന്റ് ആവത്തില്ലേ? പക്ഷെ ആ പേയ്മെന്റ് നമുക്ക് നമ്മളെ വർക്കിൽ കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും ഇന്ത്യയിലെ സ്ഥാപനങ്ങളും US സ്ഥാപനങ്ങളും നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്നോളജി ഇംപ്ലിമെന്റേഷന്റെ കുറവാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് ജോബുകളിലും ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഇത്രയും ഇമെയിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ 1 മണിക്കൂർ കേസ് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ 90s കിഡ്സ് ആണെങ്കിലും ജെൻസി ആണെങ്കിലും ഇപ്പൊ ഏത് തലമുറയാണെങ്കിലും നമ്മൾ യൂറോപ്യൻസിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബാക്കിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് പല രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലെ ഏറ്റവും കുറവായിട്ടുള്ള താഴെ കടയിലുള്ള പേയ്മെന്റ് ഒന്നും കിട്ടാത്ത ടെക്നോളജീസ് യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ഫോട്ടോഷോപ്പിന്റെ പൈറേറ്റഡ് വേർഷൻസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പഴയ PS7 PS12 ഒക്കെ ഫോട്ടോഷോപ്പിന്റെ പൈറേറ്റഡ് കോപ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പലരും ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ടെക്നോളജി അപ്ഗ്രേഡ് ആയ ആളുകൾ ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഇമേജ് എഡിറ്റ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ എഡിറ്റ് ചെയ്ത് തരുന്നു. അത്രയും സമയം നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബിസിനസ് ആണെങ്കിലും കമ്പനി ആണെങ്കിലും അവർക്ക് അത്രയും ഹവേഴ്സ് സേവിങ് ആണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കൺട്രീസിലെ ആളുകൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്നു. ഇപ്പൊ ലോ സ്കെയിലിൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന കമ്പനിയിലെ ആളുകൾക്ക് അവർക്ക് ലോ സെയിൽ സാലറി കിട്ടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസിന്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത് താഴത്തെ ലിസ്റ്റിൽ നോക്കാം.